എൻ്റെ വലിയ ഭാഗ്യമല്ലേ ഇത്? ഈ കൈകൊണ്ട് വിളമ്പി തരിക, നിർബന്ധിച്ച് കഴിപ്പിക്കുക. കുറേ നാൾ അനാഥാലയത്തിൽ കിടന്നതല്ലേ നീ? അതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാനാ നിന്നെ ഞാനിങ്ങനെ കഴിപ്പിക്കുന്നത്. ദേ, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കണ്ണു നിറയ്ക്കാടാ. കഴിക്കും. ഇതാ കുറച്ചുകൂടെ ചോറിട്ടെ. ദാ ആ മതി. ആ പോരാ പോരാ പോരാ. കുറച്ചുകൂടെ കഴിക്കടാ. നിനക്ക് എന്തെല്ലാം ജോലിയുണ്ട് ഇവിടെ. ഇങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെയാ? ആ കഴിക്കേ. പറയുന്ന കേക്ക് എന്റെ കരുണ. ദേ, ആ കൂട്ടാനൊന്നും കഴിക്കുന്നില്ല. നല്ല ചമ്മന്തിയാകട്ടെ. മതി. കഴിക്കും. ഏട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അമ്മ ഇങ്ങനെ അടുത്തിരിക്കാറുണ്ടോ? ഞാൻ കഴിക്കുമ്പോ ഭീഷണിപ്പെടുന്ന പോലെ അമ്മ നോക്കാറ്. അത് കഴിപ്പ് കണ്ട ആരും നോക്കി പോവും. ഏട്ടാ, ഇനി സംശയിക്കാനൊന്നുമില്ല. നമ്മൾ അറിഞ്ഞതൊക്കെ സത്യമാണ്. അതെ, പുറത്ത് പറയാൻ പറ്റാത്ത മഹാസത്യം. നമ്മളതിന് വഴങ്ങിയേ പറ്റൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കരുണേട്ടനെ സ്നേഹിച്ചു തുടങ്ങാം. കിടന്നില്ലേ? ഇല്ല, ഞങ്ങളുടെ ഉറക്കം പോയില്ലേ? എന്തു പറ്റി? കരുണേട്ടൻ വയറ് നിറച്ച് കഴിച്ചില്ലേ? അത് മതി. കരുണേട്ടനോ? കരുണേട്ടൻ എന്തിനാ പുറത്ത് കിടക്കുന്നത്? അകത്ത് കിടക്കണമെന്ന് ടീച്ചർ നിർബന്ധിക്കാറുള്ളതാ. പുറത്താകുമ്പോ വീടിന് മൊത്തം ഒരു നോട്ടം കിട്ടും. കൂടുതൽ ത്യാഗം ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ സ്നേഹം കിട്ടുക. അതെ, കരുണേട്ടൻ വേണമെങ്കിൽ അകത്ത് ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നോ? വേണ്ട. നിങ്ങൾ അമ്മയും മക്കളും വീടിനകത്ത്, ഞാൻ പുറത്ത്. അതാ അതിൻ്റെ ഒരു ശരി. കരുണേട്ടന് അകത്ത് കിടക്കാനുള്ള അവകാശമുണ്ടല്ലോ. നിങ്ങൾ പഴയ പോലെ തന്നെ കരുണാന്ന് വിളിച്ചാൽ മതി. ഒന്നും അറിയാത്ത സമയത്ത് മൂത്തവരെ പേര് വിളിച്ചു എന്നൊരു അപരാധം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കണോ കരുണേട്ടാ? പിന്നെ കരുണേട്ടൻ, നിങ്ങളൊന്ന് പോയി കിടന്നേ. ശരി, അകത്ത് കിടക്കണമെന്ന് തോന്നുമ്പോൾ കരുണേട്ടന് വരാം. ഏറ്റവും കൂടിയ സ്ഥാനം കരുണേട്ടന് തന്നെയാ. കരുണേട്ടന്റെ ഒരു കിടക്ക ഞങ്ങൾ എപ്പോഴും അവിടെ ഒഴിച്ചിട്ടിരിക്കും. അത് മറക്കണ്ട. ഗുഡ് നൈറ്റ് കരുണേട്ട. ഗുഡ് നൈറ്റ് കരുണേട്ട. ഗുഡ് നൈറ്റ് കരുണേട്ട. ഗുഡ് നൈറ്റ് കരുണേട്ട. കരുണേട്ട, ഗുഡ് നൈറ്റ്. ഒരെണ്ണത്തിന് ഭ്രാന്ത് പിടിച്ചാൽ മനസ്സിലാക്കാം. ഇത് 5 എണ്ണത്തിനും തലതിരിഞ്ഞോ ദൈവമേ?